അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബേബി ഹാമ്പറാണ്. ബേബിക്ക് ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എല്ലാവരും നോക്കുന്നുണ്ട് എന്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബേബി ഹാമ്പർ ചെയ്യുവാണ്. അപ്പോൾ 2 മോഡലുണ്ട്. വേറൊരെണ്ണം ഞാൻ ഒരെണ്ണം കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ബേബിയുടെ ബാസ്ക്കറ്റ് തന്നെയാണ്. ബേബി ഇതിന് ഹിമാലയയ്ക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് വിട്ടിരുന്നുണ്ടപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ തെർമോക്കോളും അടിയിൽ കുറേ ബൈൻസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒരു ക്ലിൻ റാപ്പ് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലിൻ റാപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ അതിൽ ഫോയിൽ പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് പകരം ഞാൻ ഫോയിൽ പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് പകരം ഞാനൊരു ബട്ടർ പേപ്പറില്ല, നമ്മൾ കേക്കൊക്കെ ഉണ്ടാകുന്ന ആ ബട്ടർ പേപ്പർ ഇതിൻ്റെ മണ്ടയിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പ്ലാസ്റ്റർ ചെയ്തൊന്ന് സെക്യൂർ ചെയ്യാം. ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അതിൻ്റെ അടിയിലിരിക്കുന്ന ഭാഗം എന്താണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി നമ്മളിത് കറക്റ്റ് ഷേപ്പിലെടുത്തിട്ട് ഒന്ന് നമുക്ക് ടേപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പോകാതിരിക്കാനായിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അതവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. അല്ലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്കത് നീറ്റായിട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു സെറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി, അതങ്ങനെ ഇരുന്നോളും. ഇവിടെയും കൂടെ ഇനി അല്ലെങ്കിൽ നമുക്കെന്താ ഒരു ലെയർ നമുക്ക് നമ്മുടെ ഫെവിക്കോൾ അവിടെ നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴും നല്ലതായിട്ട് ചെയ്യണം. അപ്പോൾ ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒന്ന് ഫെവിക്കോൾ എല്ലാ കോർണറിലും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇളകി പോകത്തില്ലെന്ന് നമുക്ക് കൺഫേമായിട്ട് ചെയ്യാൻ പറ്റും. ബട്ടർ പേപ്പർ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ഇളകുന്ന ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ച് ഫെവിക്കോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നീറ്റായിട്ട് അവിടെ ഇരുന്നത് ഈ സൈഡിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ഐഡിയ ആണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ. നിങ്ങൾക്കത് എങ്ങനെ സെക്യൂർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളതിനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കുറേ നമ്മുടെ എന്താ പറയണ്ടേ ആ ബാംബൂ സ്റ്റിക്ക് വേണം. ഈ സ്റ്റിക്ക് നമുക്ക് ഇതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ ഇതിൽ കുറേയേറെ വേണം. നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. അപ്പോൾ ഞാനിതിൽ സെറ്റ് ചെയ്യുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ന്യൂ ബോൺ ബേബി അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്താണ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഡെലിവർ ആയ ഉടനെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മദറിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബേബിയാണിത്. ഇനി ഇത് നമുക്ക് ബേബി ഷവറിന് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. ബേബി ഷവറിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മുന്നേ നമ്മൾ ചെയ്യത്തില്ലേ, അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ. ഇതൊരു ബോട്ടിൽ ഷേപ്പാണ്. ഇതൊക്കെ നല്ല ക്യൂട്ടാണ്, കാലിൻ്റെ ഷേപ്പ്. പിന്നെ ഇതൊരു പിഗ്ഗാണ്. ഇതൊക്കെ പിഗ്ഗല്ല, ഇതൊരു പൂച്ച, അതിൻ്റെ ഒരു ക്യാറ്റ്, അതിൻ്റെ ഒരു മോൾഡാണ്. അപ്പോൾ ഈ മോൾഡിലൊക്കെ ഇതൊക്കെ നാച്ചുറൽ ബേബി സോപ്പാണ്. ഇതെല്ലാം ഞാൻ ബേബി സോപ്പിൻ്റെ മോൾഡിൽ pH ടെസ്റ്റ് ചെയ്ത് ബേബി ബേസിലാണ് നമ്മൾ ചെയ്ത് ഷിയ ബട്ടറൊക്കെ ഇട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാകുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റാണ്, സേഫായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബേബി ഓയിൽ വെക്കാം. ഞാനത് ബേബി മോയ്സ്ചറൈസിങ് ക്രീം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്താണ് ഞാനൊരു ബേബി ഹാമ്പർ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വേണ്ടത് ഇതൊരു ടവലാണ്. അപ്പോൾ നമുക്ക് ഈ ടവലിനെ നമുക്ക് റോൾ ചെയ്യാം, റാപ്പ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ റാപ്പ്, നമുക്ക് ഇതിൻ്റെ ലെങ്തൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഒത്തിരി വലുതാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ റാപ്പ് ചെയ്ത് ചെറുതാക്കി എടുക്കും. ഒരു ചെറിയ പ്ലാസ്റ്റർ ഓക്കെ. നമുക്കിവിടെ അതിനെ ഇങ്ങനെ വെക്കാം. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം, ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് നമുക്ക് ഇനി ഇവിടെ ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പൊസിഷൻ മാറ്റണമെങ്കിൽ നമുക്കതിനെ പൊസിഷൻ മാറ്റാം. അപ്പോൾ തൽക്കാലം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. സെറ്റ് ചെയ്തതാണ്, നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. ഇവിടെ ഞാനിങ്ങനെ ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ സെറ്റ് ചെയ്തു.
ഓക്കെ, ഇനി നമ്മൾ പാമ്പേഴ്സാണ്. കുറച്ച് പാമ്പേഴ്സൊക്കെ ആകുന്നവർക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കൊടുക്കുവാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് പാമ്പേഴ്സിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞിനുള്ള ഒരു ബേബി ഡ്രസ്സാണ്. അതിനെ നമുക്കിതുപോലെ തന്നെ മടക്കി ഓക്കെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്യുക. ഇതൊക്കെ നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ഡെലിവറിയൊക്കെ ആയി കഴിയുമ്പോൾ അമ്മമാർക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും കൺഫ്യൂഷനാണ് നമ്മൾ എന്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ബേബി സെറ്റൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓൾഡ് ഫാഷനായി. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ നമുക്ക് ഈ ഒരു ബേബി ഹാമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മേളിൽ ഒരു ഭംഗിക്കൊക്കെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലവറും കൂടി, ഇത് ഹാൻഡ് മെയ്ഡാണ്, ഞാൻ തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്, മാറ്റി വെക്കുക. ഞാനിപ്പോൾ അത്രയും സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിനി ഇതിനെ ഈ ലോകത്തോട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ 2 കമ്പ്, നിങ്ങൾക്ക് 2 സ്റ്റിക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളത് 2 ബേബീസിൻ്റെ സോപ്പാണ്. ഇത് 2 ബേബി സോപ്പാണ്. പിന്നെ നമ്മൾ വെക്കുന്നത് എന്താണ്, നമ്മുടെ മിൽക്ക് ബോട്ടിലും, അതും സോപ്പാണ്. നമ്മൾ ബേബി ഫൂട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്കിനി ഡയപ്പേഴ്സ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഡയപ്പേഴ്സാണ്. അതിനെ നമ്മൾ താത്ത് കൊടുക്കണം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇങ്ങനെ താത്ത് കൊടുക്കണം. ഡയപ്പേഴ്സിനെ നമ്മളൊരു ഫ്ലവർ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ലെങ്ത് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് കുറച്ച് ഇത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഞാൻ വെക്കുന്ന ഒരു പിഗിൻ്റെ ബേബി സോപ്പാണ്. അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഇത് വെക്കാൻ നമുക്ക് പ്ലേസ് ഉണ്ടോ നോക്കുക, എന്നിട്ട് വെക്കുക. അല്ലെങ്കിൽ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം. കാരണം കുഞ്ഞി കാലൊക്കെ നമുക്ക് നല്ലതല്ലേ. അപ്പം ഇത് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഇല്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചാൽ നമ്മുടെ ബേബി കവർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചാൽ മതി. അപ്പോൾ ബേബിയുടെ എല്ലാ സെറ്റുമായി, കുഞ്ഞി കാലായി. ഓക്കെ, അപ്പം നമ്മളിത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ്, ഇത് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു ബേബിനെ കാണുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളിത് നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്യണം.
ഇതിൻ്റെ പല കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഒരു ഭംഗിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കാണുന്നവർക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആകും. നല്ലൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുമല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് നീറ്റായിട്ട് ചെയ്ത് കസ്റ്റമറിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഇത് എടുക്കുമ്പോഴേ നമ്മൾ ബേബിനെ കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇനി ഉള്ളത്. ഇവിടെ സ്റ്റിക്കറൊന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ബക്കറ്റ് പോലെ ആയി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്ഥലമുണ്ട്. നമുക്ക് ഇതൊക്കെ ഈ ഒരു പിഗിനെയും കൂടെ നമ്മളിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ഷീറ്റ് വെട്ടി ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു പിങ്ക് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാം. ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഫോം ഷീറ്റിൻ്റെ മുകളിൽ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ടേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് കാണാൻ നല്ല ലുക്കായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റിനെ, നമ്മുടെ ഗിഫ്റ്റിനെ കാണാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഇതിനകത്ത് നമുക്കിനി ചെയ്യാനുള്ളത് റാപ്പിംഗ് ആണ്. നമുക്കിത് റാപ്പിംഗ് ചെയ്യാം. ഇതിന് ഇളകുന്നുണ്ട്. നിങ്ങൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കണേ. ഡബിൾ സൈഡ് സ്റ്റിക്കർ തീർന്നു പോയി. അപ്പോൾ ഇതെൻ്റെ കസ്റ്റമറിൻ്റെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. നിങ്ങളിത് വെളിയിൽ കൊടുക്കുന്നെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പിങ്ക് ബേബി, ഇപ്പോൾ നമ്മൾ ഫീമെയിൽ ബേബിയാണ്, നിങ്ങൾക്ക് പിങ്ക് നെറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ ബോയ് ആണെങ്കിൽ നമുക്ക് ഇത് തന്നെ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് ബ്ലൂ കളർ യൂസ് ചെയ്യണം. ഞാനിത് ഒന്ന് ഇങ്ങനെ അടിയിലൂടെ ഇട്ട് ഇത് കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ കിറ്റ് കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനകത്തുള്ളത്. ഇവിടെ ഒരു ടൈയും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഭംഗി വരുന്നത് നമുക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരെണ്ണം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഭംഗിക്ക് വേണ്ടി. പിന്നെ ഇത് ഫീമെയിൽ ബേബി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ്, ക്യൂട്ട് ഫ്ലവേഴ്സൊക്കെ അവിടെ ഇവിടെ സ്റ്റിക്ക് ഇത് പോകത്തില്ല. കാരണം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റാപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇതിങ്ങനെ പോവാതെ ഇങ്ങനെ നീറ്റായിട്ടിരുന്നോളും. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബീഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ട്, ബട്ട് എനിക്കിപ്പം എടുക്കാനുള്ള ടൈമില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും നീറ്റായിട്ട് പിടിച്ച് നീറ്റായിട്ട് പിടിക്കണം. അപ്പോൾ അത് എങ്ങും ഒന്നും തന്നെ ഇതിൽ നിന്ന് മിസ്സാവത്തില്ല. വലിച്ച് തന്നെ ഇതിനെ നിർത്താൻ ശ്രമിക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇനി ഇവിടെ ഒരു റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം. ടൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. നല്ല ക്യൂട്ടായിട്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒരു റിബൺ ടൈ ചെയ്യണം. ഏത് കളർ റിബൺ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈ ചെയ്യാം. അപ്പോൾ ഇതിന് ഇത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു കളറാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് 2 ഫ്ലവേഴ്സ് കൂടെ സെറ്റ്, നമുക്ക് ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സും കൂടെ നമ്മൾ ഇതിൻ്റെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ
2 ഫ്ലവർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സോ ക്യൂട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഇപ്പോൾ സിസ്റ്റേഴ്സിനോ ആർക്കായാലും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇങ്ങനെ ഇരിക്കുമ്പം കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫ്ലവർ സെറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം.